വളരെ മനോഹരമായ പാട്ടുകളാണ്. ഇപ്പോൾ റൂഹിലാണെങ്കിലും ഞാൻ ഭാസ്കറുമായിട്ട് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റിന് ഇരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കിട്ടി എന്നുള്ളത് മാത്രമല്ല, നിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ലൊരു പാട്ടിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളൊരു സോങ് സീക്വൻസിൽ ലിപ്പ് കൊടുക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ ലിപ്പില്ലാതെ തന്നെ നമ്മൾ അതിന്റെ പാട്ടിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് വേറൊരു കളർ പരിപാടിയാണ്. ഭാസ്കറിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ് കിട്ടിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ആ പാട്ടുകൾ ഈ സബ്ജക്റ്റ് കേട്ട് ഇപ്പോൾ ബിജുപാൽ സാറാണെങ്കിലും വളരെയധികം സബ്ജക്റ്റീവായിട്ടൊരു പാട്ടുകൾ ചെയ്യുന്ന ഒരു വലിയ സംഗീത സംവിധായകനാണ്. അറബിക്കഥ മുതൽ ഏത് സിനിമ എടുത്താലും, സോൾട്ട് ആൻഡ് പെപ്പർ എടുത്താലും, അങ്ങനെ കുറേയധികം സിനിമകൾ. എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ ഒരു കൺട്രോളർ ത്രൂ കണക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്ത്. സാറോട് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു, കഥയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര എക്സ്പ്രസീവ് അല്ല ബിജുപാൽ സാർ, അതാണ് സാറുടെ ഭയങ്കര ഒരു പോസിറ്റീവ്. നമ്മളൊക്കെ അത്രയും സാറെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ സാറുടെ പല പടങ്ങളിലെയും പല പാട്ടുകളാണ് നമ്മുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും എന്ത് അങ്ങോട്ട് പറയണം, എന്ത് പറഞ്ഞാൽ ഇഷ്ടാവും, എന്ത് പറഞ്ഞാൽ ഇഷ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു ടൈം. പക്ഷെ ഭയങ്കര കൂളായിട്ടായിരുന്നു. എന്ത് പറഞ്ഞാലും പുള്ളി അത് കേൾക്കും. ഓക്കെ, എല്ലാം ഓക്കെയാണ്, ഓ അങ്ങനെയാണോ, ഓക്കെ, എല്ലാം കേട്ടു. നമ്മളൊരു റെഫറൻസ് പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് മറ്റേ വെള്ളം ജയസൂര്യയുടെ ഫിലിം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു സാർ ചെയ്ത തന്നെ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടുള്ള, ഭയങ്കര ആ ഒരു ഇമോഷണൽ ടച്ചുള്ള ആ ഒരു ടൈപ്പ് സോങ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്, ആകാശം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സാറൊന്ന് ചിരിച്ചു. സാർ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഒരു മൈൻഡിൽ എന്ന് പറഞ്ഞപ്പോൾ സാറൊന്ന് ചിരിച്ചു. ബാക്കി എല്ലാം കൊണ്ടും സാറ് ഭയങ്കര ഇതായിരുന്നു. പിന്നീട് നമ്മുടെ റെക്കോർഡിങ് സെഷനാണെങ്കിലും ബാക്കി എപ്പോൾ പോകുമ്പോഴും സാറ് ഓക്കെയാണ്. അങ്ങനത്തെ വേറൊരു നമുക്ക് ഈ പല കാര്യങ്ങളും സാർ ഈ ഫോർമാറ്റിലും കൂടെ വേണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിലിങ്ങനെ ഒരു എന്ന് പറഞ്ഞാലും സാർക്ക് അതൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അത്ര അങ്ങനെ കണ്ടിരുന്ന ഒരാളൊക്കെ നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് വലിയ ഇതായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അനുരാധ മാമിൻ്റെ കാര്യം. അത് ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ് നമ്മൾ പോയത്. അപ്പോൾ 10 മണിക്ക് പറഞ്ഞു. ഞങ്ങൾ എക്സാക്റ്റ് ആ ഒരു 10 മണിയാകുമ്പോൾ മാം അവിടെ 9:50 അവിടെ എത്തി എന്നുള്ളതാണ്. മാം അവിടെ എത്തി. മാം ഭയങ്കര പക്ക ഇതിൽ വന്നു. 4 സിനിമകളും ബിജുപാലായിരുന്നു? അല്ലല്ല, അതിലത്തെ ഒരെണ്ണം റൂഹ് മാത്രം. മാം ഒരു ചെറിയൊരു ബാഗ് പോലെ എന്തോ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്, ചുടുവെള്ളവും കാര്യങ്ങളും. ആ റെക്കോർഡിങ് ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ സോങ് കംപ്ലീറ്റ് ആവാതെ പുള്ളിക്കാരി പുറത്തിറങ്ങില്ല. നമുക്കൊക്കെ പല ടൈമിലും തോന്നിപ്പോയോ എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, നമുക്കൊക്കെ ആ ഒരു ഇതൊരു ലോങ് ഒരു പ്രോസസ്സാണല്ലോ. ഡെഡിക്കേഷൻ അതാണ്. നമ്മളൊക്കെ സത്യം പറയാൻ നമുക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു. ഇവരുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറിന്റെ കണ്ടന്റ് റൈറ്റർ ആയിരുന്നു. സീസൺ 6 നമ്മുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ അറിയാലോ. അപ്പോൾ ചാനലിലേക്ക് ആകുമ്പോൾ ഇങ്ങനെ ലേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചില സമയത്തൊക്കെ. അപ്പോഴൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിൽ ചില എപ്പിസോഡിലൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ആയിരിക്കും, ചില എപ്പിസോഡിന് ചിലപ്പോൾ ഡ്യൂറേഷൻ കുറച്ച് കുറവുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ജഡ്ജസിനോട് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഒരു 4 വരി പാടുന്നത്, അപ്പോൾ പാട്ട് വെറുതെ പാടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ട്രാക്ക് വേണം, അല്ലെങ്കിൽ ഓർക്കസ്ട്രയുടെ ഒപ്പം പാടണം. പക്ഷേ അത് ആ ഒരു അരമണിക്കൂർ മുന്നേ പറഞ്ഞാൽ പോലും അവർ ആ ടീമിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് അത് അവരങ്ങോട്ട് ഏറ്റെടുക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ കണ്ടന്റ് ചെയ്യുന്ന ഞാനാണെങ്കിലും ഇതിൻ്റെ ഷോ ഡയറക്ടർ ആണെങ്കിലും കൂടുതൽ ഇടപെടേണ്ട ആവശ്യം പോലും വരില്ല. അവരവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അവരത് ഏറ്റെടുക്കും. ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതിനുശേഷമാണെങ്കിലും അതെ, മാമിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാനത് ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ നമ്മുടെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് ആയതുകൊണ്ട് നമ്മൾ ടെക്നീഷ്യൻസ് തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ആ ഭാഗം ഒരിക്കലും മോശം വരരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു സെക്ഷൻ എല്ലാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ആളുകളെ, ഇപ്പോൾ DA ചെയ്ത ലിജുവേട്ടനാണെങ്കിലും അതെ, അങ്ങനെ എല്ലാ സെക്ഷനിലും നമ്മൾ മാക്സിമം എല്ലാ. ഷിഹാബ് പറഞ്ഞിരുന്നു, കാരണം ലിജു പ്രഭാകർ എന്ന് പറഞ്ഞ ബ്രഹ്മയുഗം പോലെ വമ്പൻ സിനിമകളിലെ കളറിസ്റ്റ് ഇതിന് ചെയ്യാന്ന് പറയുന്നത് നമ്മളവിടെ ചെന്നിട്ട് DA സൂട്ടിൽ പോയിട്ട് ഇരിക്കുമ്പോൾ വരുന്നതും ഹാർഡ് ഡിസ്കുകൾ അവിടെ ഇരിക്കുന്നതും അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നൊക്കെ വലിയ സാധനങ്ങളുടെയാണ് ഇരിക്കുന്നത്. ഇടയിലാണ് നമ്മുടെ ഒരു ഷെയ്ഡ്സ് ഓഫ്. പക്ഷേ ചേട്ടനാണെങ്കിലും അതെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് മറ്റുള്ള പടങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബഡ്ജറ്റോ കാര്യങ്ങളോ അല്ല, ഒരുപാട് കറക്ഷൻസ് പല സമയങ്ങളിലായിട്ട് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവരതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കി അത് ചെയ്തു തന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ ഈ 4 സിനിമകൾ ഇതിൻ്റെ ഒരു ക്രൂ ആണെങ്കിലും ഇതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ സിനിമ മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ ഹൗസ് വരെ ഡയറക്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് വലിയൊരു വിപ്ലവത്തിനൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് യൂട്യൂബ് അപ്ലോഡിംഗ് ആണ്. പക്ഷേ യൂട്യൂബിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും
വലിയൊരു കാര്യമാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുക എന്നുള്ളത്. അതിന് മനോരമ മാക്സ് എനിക്ക് തോന്നുന്നു വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടാവും. മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അതിലേക്കുള്ളൊരു ചർച്ചയും ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു കണ്ടന്റിന്റെ ഒരു ഇത് തന്നെയാണ്. കണ്ടന്റിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. നമ്മുടെ കയ്യിലുള്ള സാധനം ഇത് ബെസ്റ്റാന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ഏറ്റവും വലിയൊരു ഇത് എന്നല്ല, നമ്മൾ ചെയ്തതിൽ മോശമല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതേ അഭിപ്രായം തന്നെ കണ്ടപ്പോൾ ഒബ്വിയസ്ലി അവർക്കും അത് വന്നു, കൊള്ളാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ കഥകൾക്ക് എന്ത് വേണോ അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിലത്തെ ഓരോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരാളെ പോലും നമുക്കൊരു മിസ്കാസ്റ്റിംഗ് ആയിട്ടോ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ ടെക്നിക്കൽ സൈഡാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ ഓക്കെ ആയിരുന്നു, ഇമ്പ്രസ്ഡ് ആണ് അവർ. അപ്പോൾ പിന്നെ അവർ അങ്ങനെയാണ് മാക്സ് ഓക്കെ പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴും നമുക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് നമുക്കൊരു ഇങ്ങനത്തെ ഒരു പടം തിയേറ്ററിൽ കൊണ്ടുവന്ന് നമുക്ക് അതിനൊരു വിജയമാക്കി തീർക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞു പോകുന്നല്ലാതെ, ബട്ട് അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് അതിൻ്റെ അതെ വസ്തുത. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സിനിമ തിയേറ്ററുകളിൽ എല്ലാവരും വന്ന് കാണണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് അറിയാം അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഏതെങ്കിലും നല്ലൊരു OTT-യിൽ തന്നെ പിച്ച് ചെയ്യാൻ പറ്റണം എന്നായിരുന്നു പിന്നെ അടുത്തൊരു ലക്ഷ്യം. അതും ഈ പറഞ്ഞ പോലെ അതിലേക്ക് തന്നെ സാധിച്ചു. പിന്നെ മ്യൂസിക് ആണെങ്കിലും അതെ, മ്യൂസിക് പോലെ തന്നെയുള്ള ഏറ്റവും നല്ലൊരു ഇതിൽ തന്നെ അതും സാധിച്ചു, അവിടെ എത്തിക്കാൻ സാധിച്ചു. സിനിമയാകുമ്പോൾ ഒരുപാട് പേര്, ഇപ്പം നമ്മൾ കുറേ പേരെ പറ്റിയിട്ട് പല പോഡ്കാസ്റ്റുകളിലായിട്ട് ചർച്ച ചെയ്തു. ഇതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉണ്ടായിരുന്ന പല ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തു, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ ആ സിനിമ സംഭവിക്കാനിടയായ ആളുകളെ പറ്റി ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നത് നിർമ്മാതാക്കൾക്കായിരിക്കും. കാരണം അവരാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ജീവശ്വാസം എന്ന് പറയുന്നത്. ഒരു സംവിധായകൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എല്ലാ വേദനകളിലും പങ്കുകൊള്ളുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഒരു കോ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഷെയ്ഡ്സ് ഓഫ് ലൈഫിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന, അത് യാഥാർത്ഥ്യമാകാൻ, അത് സംഭവിക്കാനിടയാക്കിയ ആളുകൾ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷെയ്ഡ്സ് ഓഫ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം താരചേച്ചി, ജയേട്ടൻ, ഈ രണ്ട് പേരുകളില്ലാതെ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ഇല്ല. കാരണം അവരുടെ ആ ഒരു സപ്പോർട്ടും അവരുടെ ആ ഒരു ഇനീഷ്യേറ്റീവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പടം നമുക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത്രമാത്രം നമുക്ക് മോറൽ സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏക്താര ബീറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നത് താരചേച്ചിയാണ്. എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഓടിച്ചെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന. തീർച്ചയായും. അത് മാത്രമല്ല, നമുക്ക് ഇന്നേ വരെ നമ്മളോട് വേറൊരു രീതിയിലും അത് കറക്റ്റായിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും പല ഘട്ടങ്ങളിലും നമ്മളോട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ അപ്പം ഇത്രയൊക്കെ ടെൻഷൻ അടിക്കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കടന്ന് ഓടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോലും അങ്ങനത്തെ ഘട്ടങ്ങളിൽ പോലും ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരില്ലാതെ ഒരിക്കലും ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന മൂവി കംപ്ലീറ്റ് ആവില്ല. ഈ ഒരു ടൈമിൽ അവരോടും കൂടെ ഉള്ളൊരു വലിയൊരു താങ്ക്സ് ആണ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സർഗസൗഹൃദം ഇനിയും തുടർന്നു കൊണ്ടുപോകട്ടെ. കാരണം വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെയാണ്. തിരിച്ച് ചിലപ്പോൾ അവരൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഒരു കലാ സ്വപ്നത്തിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അതായിരിക്കും അവരുടെ ഒരു നിയോഗം എന്ന് പറയുന്നത്. വിഷ്ണുവിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നുള്ള സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസറും ആ സിനിമയുടെ തുടക്കം മുതൽ ഈ ഒരു ഘട്ടം നമ്മൾ സംസാരിക്കുന്നവരെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിലും അതുതന്നെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ വിഷ്ണുവിൻ്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും വിഷ്ണുവിനെ ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ അനിയാണ്. പത്രമാറ്റം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ഏഷ്യാനെറ്റിലെ പ്രേക്ഷകരെ ഒന്നടങ്കം ഏറ്റെടുത്ത അനി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അനിയുടെ വിശേഷങ്ങൾ അറിയാതെ നമ്മുടെ പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട് ക്ഷമിക്കില്ല എന്നറിയാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പത്രമാറ്റിൻ്റെ വിശേഷങ്ങൾ, കാരണം വലിയൊരു സീരിയലാണ്. ഏഷ്യാനെറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിയിട്ടുള്ള സീരിയലുകളിൽ ഒന്നാണ്. ഇപ്പോഴും തകർത്ത് മുന്നേറി പോവുകയാണ്. ഇതിൻ്റെ കഥാഗതിയാണെങ്കിലും ഇതിൻ്റെ മറ്റു വിശേഷങ്ങളാണെങ്കിലും അണിയറ കഥകളാണെങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ എന്നും താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അനി എന്ത് പറയുന്നു? പത്രമാറ്റി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോഴും റേറ്റിംഗിൽ നമ്പർ 1 ഓർ നമ്പർ 2 എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതന്നെ വലിയൊരു ഭാഗ്യം. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നല്ലൊരു ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ഒരു ചാനലിൽ നല്ലൊരു സീരിയലിൽ നല്ലൊരു ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റി. അനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഉള്ളൊരു ക്യാരക്ടറാണ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അനി എന്ന് പറയുന്ന ക്യാരക്ടറിനോട്. കാരണം സെൻറ്റിമെൻറ്റ്സും കുറച്ച് കോമഡിയും റൊമാൻറ്റിക് ട്രാക്ക്
പിന്നെ നമ്മുടെ വീട്ടുകാരോടുള്ള, അങ്ങനെ എല്ലാ ഇമോഷൻസും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുത്തു. അത് വലിയ സന്തോഷം. അനിയുടെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനി കുറെ കൂടി നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ സാധാരണ സീരിയലിൽ ഒരാളൊരു നെഗറ്റീവ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടർ അതുപോലെ തന്നെയാണെന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകരൊക്കെ നമ്മോട് ഇടപെടുക. വിഷ്ണുവിനെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ചോക്ലേറ്റ് പയ്യൻ, ആ ഒരു റൂട്ടിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ കുറെ പോസിറ്റീവുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ആര് എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഈ പറഞ്ഞ പോലെ വിഷ്ണു എന്നുള്ള പേരൊന്നും ആർക്കും ഇതാവില്ല. അപ്പൊ എത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നാണെങ്കിലും അനിയെന്ന് വിളിച്ചപ്പോൾ നമുക്കും അത് നമ്മളിപ്പോൾ അക്സെപ്റ്റബിൾ ആണത്, ഓക്കെയാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അവർക്ക് ആ സന്തോഷമാണ്. നമ്മൾ വരുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ചോദിക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. വീട്ടിലൊരു അംഗമാണ്, അവരുടെ വലിയൊരു ഭാഗ്യം. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഷെയ്ഡ്സ് ഓഫ് ലൈഫിനും ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റത്തെ കളവിൻ്റെ പെർമിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ നഗരസഭയിൽ പോയപ്പോൾ അവിടെ നഗരസഭ ചെയർപേഴ്സൺ മാഡം ഒഫീഷ്യലി നമ്മളോട് ഓക്കെ ഇരുന്നു, എന്താ കാര്യം, അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു. ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡും അതുപോലുള്ള പല പരിസരങ്ങളിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മാം ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല, എങ്ങനെ വെച്ചാൽ നോക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അതിനുശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിളിച്ചു. നമ്മൾ വിചാരിച്ചു ഈശ്വര ഇനി എന്തെങ്കിലും പ്രശ്നമാണോ എന്താ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഒക്കെ നമ്മളൊരു ഇതിലിങ്ങനെ പൊക്കോണ്ടിരിക്കുക. വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ വന്നപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആളെന്നെ അല്ലേ, എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റാതെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതിനാണ് തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഭയങ്കര അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് അതെ സെൽഫി എടുത്തു. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, അപ്പൊ പിന്നെ അവിടെ എല്ലാം ഓക്കെ ആയി, പിന്നെ നമുക്ക് പിന്നെ വിഷയമല്ല. ഭയങ്കരമായിട്ട് ഉപകരിച്ചു. എത്ര വർഷമായി അനിയായിട്ടുള്ള ഈ പരിണാമം സംഭവിച്ചിട്ട്? ഇപ്പൊ നമ്മളൊരു 2.5 വർഷം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ 800ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 800 എപ്പിസോഡുകൾ, അതും ഏഷ്യാനെറ്റ് പോലുള്ള ഒരു വലിയ ചാനലില് പ്രൈം ടൈമില് നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതെ അതെ, അത് നമുക്ക് ഇത്രയും 2.5 വർഷമായിട്ട് നമ്മുടെ ആ ടൈം സ്ലോട്ടിലൊരു ചേഞ്ച് വന്നിട്ടില്ല. ആ റേറ്റിംഗ് അത്ര ഉള്ളതുകൊണ്ട് തന്നെ ടൈം സ്ലോട്ടിലൊരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പീക്ക് ടൈമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇത്രയും 2.5 വർഷത്തിന് ശേഷവും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. അതിനൊക്കെ നമുക്ക് എല്ലാ എപ്പിസോഡുകളിലും അനി ഉണ്ടാവാറുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന്റെ ഒരു ഗുണമാണ്. ആ ക്യാരക്ടറിന് എന്താ വെച്ചാൽ മറ്റ് എല്ലാവിടേക്കും ഇന്റർഫേസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് ഈ ക്യാരക്ടറിന്. എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഇപ്പോൾ ഓഫീസാണെങ്കിലും അതെ, ഔട്ട്ഡോർ ആണെങ്കിലും അതെ, മറ്റു വീടാണെങ്കിലും അതെ, ഈ വീടാണെങ്കിലും അതെ, എല്ലാവിടെയും ഈ ക്യാരക്ടറിന് എത്താൻ പറ്റും. അനിയുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത എപ്പിസോഡുകൾ പ്രേക്ഷകർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് റൈറ്ററും ഡയറക്ടറും ഒക്കെ കൂടി അനിയുടെ ക്യാരക്ടറിന് എല്ലാ എപ്പിസോഡിലും കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഇതൊന്നും കേട്ടിട്ട് കുറയ്ക്കാതിരിക്കട്ടെ. വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൈം ടൈമിൽ ഒരു സീരിയൽ, അതും സൂപ്പർ ഹിറ്റായ സീരിയലിൽ ഇങ്ങനെ എത്രത്തോളം വർഷങ്ങൾ പോകാൻ സാധിക്കുക, അതിനിടയിലും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, രണ്ടും വലിയ കാര്യങ്ങളാണ്. മറ്റ് ചാനലുകളിലേക്ക്, മറ്റ് പ്രൊജക്റ്റുകളിലേക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും കോൺട്രാക്റ്റ് ഉണ്ടാവും ഈ സീരിയലിലെ. അതും ഏഷ്യാനെറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബാക്കിയുള്ളൊക്കെ റിജക്ട് ചെയ്യും. എന്നാലും വരുന്നുണ്ടായിരിക്കില്ലേ അതിനുള്ള മറ്റ് അവസരങ്ങൾ? വരുന്നുണ്ട്, ഒബ്വിയസ്ലി വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ സിനിമയും ഇതും കൂടെ തന്നെ കൊണ്ടുപോകണം. മറ്റേത് ചിലപ്പോൾ നമ്മൾ മേ ബി ഇനി ഒരെണ്ണം കൂടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊന്നാവും. എനിക്ക് അത്ര ടെൻസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് അത്ര ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മളൊരു ഇടങ്ങൾ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണ്. അപ്പോൾ ഇടങ്ങളാണെങ്കിൽ ഇതുപോലെയല്ല, ആക്ടിംഗ് ആണ്, അത്യാവശ്യം നല്ല കേന്ദ്ര കഥാപാത്രമാണ്. അപ്പൊ അതാണ്, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ആഗ്രഹം. അപ്പോൾ ചിലപ്പോൾ രണ്ടും സീരിയലാകുമ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ നാട്ടിലേക്ക് വരുന്ന തന്നെ ഇതായി പോകും. കാരണം 15 ദിവസം അവിടെയും 15 ദിവസം മറ്റേ അവർക്ക് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുന്ന തന്നെ വളരെ ഇതായി പോകും. നമുക്കാണെങ്കിൽ ഈ ഒരു കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആയതുകൊണ്ടും നമ്മുടെ ഈ ടീം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ വിട്ടിട്ടൊന്നും, അല്ലെങ്കിൽ എപ്പോഴും അവരായിട്ടൊരു കണക്ഷൻ വേണം, അല്ലെങ്കിൽ നമുക്കൊന്നും വേറൊന്നും നടക്കില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഒരു മാസം എത്ര ദിവസങ്ങളോളം ഷൂട്ടിംഗ് ഉണ്ടാവാറുണ്ട് പത്രമാറ്റൊക്കെ ആകുമ്പോൾ? പ്രത്യേകിച്ചും പ്രധാന കഥാപാത്രമൊക്കെയല്ലേ? നമുക്ക് 15 ദിവസത്തോളാണ് ഇപ്പോൾ ഷൂട്ട് ഡേറ്റ്സ് വരുന്നത്. അതിൽ നമുക്കൊരു ഡിപ്പെൻസ് ആണ്. ഏകദേശം ഒരു 15 ദിവസം അതിന് നമ്മൾ മാറ്റി വെച്ച് ബാക്കിയുള്ള 15 ദിവസങ്ങളാണ് നമുക്ക് ഫാമിലിയോടൊപ്പം ചെലവഴിക്കാതെ മറ്റ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ് പോലെയുള്ള പ്രൊജക്ടുകളിൽ ഒരുക്കാനും ഒക്കെ സാധിക്കും. എന്നാലും നമ്മൾ അവിടെ പോയാലും തലയിൽ മൊത്തം ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴൊക്കെ എല്ലാം ഫോണിലൂടെയും കാര്യങ്ങളും. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വൈഫൊക്കെ
തമ്മിൽ ഇപ്പോൾ ഷിഹാബേട്ടൻ്റെ വൈഫ് എൻ്റെ വൈഫൊക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരെ വിളിക്കുന്നതൊക്കെ കൂടുതൽ ഞങ്ങളാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിളിയും കാര്യങ്ങളായതും. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഈ പടത്തിൻ്റെ കാര്യം തന്നെയാണ്. അവിടെ നിന്ന് ലൊക്കേഷനിലാണെങ്കിലും അതെ, ഞാൻ ഒന്ന് മാറി അത് മറ്റേ പുള്ളീനെ ഒന്ന് വിളിക്കാവും എന്നുള്ള അവർക്കും അറിയാം അതിൻ്റെ കാര്യങ്ങളാവുന്നില്ല. കാരണം ഫുൾ ടൈം ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മൈൻഡിലും ആ ചർച്ചകളെല്ലാം ഇത് തന്നെയായിരുന്നു. പത്രമാറ്റിലെ തന്നെ മറ്റൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ബിമിത നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ സുഹൃത്തിന്റെ വൈഫാണ്, നമ്മുടെ സുഹൃത്താണ്. ജാനകി എന്ന കഥാപാത്രത്തെ ആണ് ബിമിത അതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബിമിത നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വിഷ്ണുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു സിനിമ അതിന്റെ പുറകെയാണ് ഇപ്പൊ ലൈഫ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പത്രമാറ്റിലൊക്കെ ഉണ്ടെന്നുള്ളൂ, പക്ഷെ മനസ്സുകൊണ്ട് മുഴുവൻ അവിടെയാണെന്നൊക്കെ പറയാറുണ്ട്. പത്രമാറ്റിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സംവിധായകനാണെങ്കിലും അതുപോലെ അണിയറ പ്രവർത്തകർ, ഇപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ജോസേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഏഷ്യാനെറ്റിലെ കാലം തൊട്ട് സുപരിചിതനാണ്. അദ്ദേഹമൊക്കെ സീരിയലിൻ്റെ ഒരു ലോകത്ത് അങ്ങനെ അടരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ലൊക്കേഷൻ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കഥ സംഭവിക്കുന്ന ഒരു വീടാണെങ്കിലും എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ്. എൻ്റെ ക്യാരക്ടറിന് കൂടുതലും വീട്ടിലും പിന്നെ പുറത്തുള്ളതുകൊണ്ട് മറ്റ് കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ കഥാപാത്രത്തിന് കുറച്ചും കൂടെ ഔട്ട്ഡോർ ഷൂട്ട്സ് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് സ്ഥലങ്ങളുണ്ട്, അപ്പോൾ ഇന്നതാണെങ്കിലും ഓക്കെ ഈ സ്ഥലത്താവും എന്നൊക്കെയുള്ള അവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ പത്രമാറ്റിലെ അനി എന്ന് പറയുന്നത് പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും ഒരുപാട് സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഡിവോഴ്സിന്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. ജീവിതത്തില് പലപ്പോഴും ഇപ്പോൾ അനിയുടെ ക്യാരക്ടർ ആണെങ്കിലും വളരെ ചോക്ലേറ്റ് ലുക്കുള്ള ഒരാളാണ്. സീരിയലിലാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രണയത്തിന് വിവാഹത്തിന്റെ ഒക്കെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പലർക്കും ചിലപ്പോൾ അനി വിവാഹിതനാണ്, ഒരു കൊച്ചുണ്ട്. ഫാമിലി ലൈഫൊക്കെ എന്ത് പറയുന്നു? വൈഫ് പട്ടാമ്പി MES സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. മോള് ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ പലർക്കും അറിയുന്നുണ്ടാവും വിവാഹിതനാണെന്ന് അറിയാത്ത ആരാധികമാരുടെ കത്തുകളൊക്കെ ഒരുപാട്. ഇല്ല, മെസ്സേജ് ഇപ്പൊ നമ്മള് ഫോട്ടോസ് എന്തൊക്കെ വരുമ്പോൾ പറയും അയ്യോ മാരീഡ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ അങ്ങനെ വരാറുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് പയ്യനായിട്ട് നടക്കുകയാണ്. പത്രമാറ്റ് സീരിയലിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ സീരിയലിലെ പ്രേക്ഷകര് നമ്മുടെ സുഹൃത്ത് വലയത്തില് കുറച്ച് ഏജഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് ചോദിച്ചിരുന്നു ഇതില് അനി ആരെ കെട്ടും എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരിക്കലും അവര് പറയാനിടയില്ല. കാരണം അത് ആ സീരിയലിന്റെ ഒരു പഞ്ച് സംഭവം ചിലപ്പോൾ അതായിരിക്കും. അതുകൊണ്ട് അത് എത്ര തന്നെ അവരോട് തിരിച്ചും മറിച്ചും ചോദിച്ചാലും അവര് ഉത്തരം പറയാൻ സാധ്യതയില്ല. എന്നാലും ചോദിക്കുകയാണ്. ഇതിപ്പോ ഞാൻ പ്രേക്ഷകരോട് അത് പറയാണ്, ഇതിന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല. അതാണ് സത്യം. കെട്ടും എന്നുള്ള കാര്യം അറിയാം, പേനയുടെ തുമ്പിലാണ് ഇരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ ജിത്തു ജോസഫ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങനെയാണ്, സെറ്റുള്ളവർക്കും അതിന്റെ ക്ലൈമാക്സ് അറിയില്ല എന്ന് പറയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ലീക്ക് ആവണമെന്ന് പറയാൻ പറ്റില്ല. അല്ല, കെട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എനിക്ക് പേഴ്സണലി ഇപ്പൊ പോകുന്ന സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ചെയ്യാനുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരാളപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അവരെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറും കൂടെ, അതായത് എൻ്റെ ഫാമിലീനെ വലിയൊരു ട്രാജഡിയിൽ നിന്ന് രക്ഷിച്ച ഒരാൾക്ക് ആ ആളോട് ഇഷ്ടം തോന്നുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് തന്നെ ആ ആൾക്കും ഇഷ്ടം തോന്നുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരിത് വരുമ്പോൾ ഒരുപാട് ഇമോഷണലി നമുക്ക് ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും ആ ക്യാരക്ടറിനോടുണ്ട്. പിന്നെ നമുക്ക് അത് ചെയ്യുന്നതിനും കുറച്ചും കൂടെ നോർമലി അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകുന്ന ഒരു ഇതല്ല, കുറച്ചും കൂടെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് കുറച്ചും കൂടെ ഹാപ്പിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഫാമിലിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 ദിവസത്തോളം നമ്മൾ തിരുവനന്തപുരത്താണ്, ബാക്കി ദിവസങ്ങളാണ് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഉള്ളത്. അപ്പം മകൾക്കും അതുപോലെ നമ്മുടെ പ്രിയതമയ്ക്കും നമ്മളോടൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അയ്യോ വളരെ വലുതാണ്. അവര് പറഞ്ഞ പോലെ ചെറിയ ചെറിയ അവർക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒബ്വിയസ്ലി. കാരണം അവരും ഇത്രയും ദിവസം പകുതിയോളം അവിടെ ആയതുകൊണ്ട്. അതെ, അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അവളൊന്ന് കമ്പനിയായി വരാൻ മോള്. കാരണം പിന്നെ 15 ദിവസം ഫുൾ വീഡിയോ കോളിൽ മാത്രമല്ല എന്നെ കാണുന്നുള്ളൂ. പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ പേരെന്താണ്? സ്വര. വ്യത്യസ്തമായ പേരാണ്. ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാവാൻ തുടങ്ങി. 1.5 വയസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ വരും, വന്ന് കാണുമ്പോൾ ഒരു സന്തോഷവും. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അറ്റാച്ച്മെന്റ് കൂടി. പിന്നെ അവർക്ക് അറിയാം, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അവൾക്കും ഒരു സിംഗറാണ്, അപ്പൊ പിന്നെ ഇതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അതങ്ങനെ പോകും. വിവാഹം പ്രണയവിവാഹമായിരുന്നു? അല്ലല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ അത്യാവശ്യം തിരക്കുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ടോ ഓൾറെഡി? ഒരു സ്റ്റേജ് എത്തിയപ്പോൾ
ഞാൻ പത്രമാറ്റ് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ല അതിന് മുമ്പാണ്. അപ്പൊ ഞാൻ സംഭവിച്ചു സംഭവിച്ചു ഇപ്പോഴാണെങ്കിൽ ചിലപ്പോ ഇത്രയും ഫുൾ തിരക്കിലുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോ പറ്റില്ല അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഫീൽഡ് എന്നുള്ള ഉറപ്പിച്ചു. നമ്മുടെ ഒരു പാഷൻ, അത് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും കുറെയൊക്കെ അവര് പറഞ്ഞു നോക്കി, പിന്നെ അവർക്ക് മനസ്സിലായി ഇത് കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഡിപ്ലോമ എഞ്ചിനീയർ ആയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫ് കൊണ്ടുപോയില്ലാന്ന് ഉറപ്പായി. കാരണം നമ്മൾ ഇന്റർവ്യൂകൾക്ക് പോകും. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, പലവിടെയും ചെല്ലും. മാക്സിമം ഒരു കമ്പനിയിൽ 1 മാസം നിൽക്കും, പതുക്കെ തിരിച്ചു വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറയും. പിന്നെ അവർക്ക് മനസ്സിലായി ഇത്. അപ്പൊ നമ്മള് നമ്മുടെ പ്രീതമയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തിരക്ക് കൂടും, രക്ഷപ്പെടല്ലേ എന്ന് മാത്രം നീ പ്രാർത്ഥിക്കരുത്. അല്ല, പിന്നെ ഇത് എനിക്കൊന്ന് കൊറോണയുടെ ടൈമിലാണ് ഇത് വന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അത് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ ഈ സ്വിഗ്ഗി ഓടാം എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് അങ്ങനത്തേക്കൊരു ടൈം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുറേ സ്ട്രഗ്ലിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷനിൽ ചിലപ്പോൾ നമ്മളൊന്നും ഇതായിട്ടില്ലെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് പഠിക്കുകയും ചെയ്തു, എന്നാൽ അതിലേക്ക് പോകുന്നില്ല, പ്രയോഗിക്കുന്നില്ല, ഭയങ്കര കൂടുതലായിരുന്നു. ഇതിലൊന്നും ആവുന്നില്ല, ആവുമായിരിക്കാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഹോപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ ടൈം ഇവരുടെ നമ്മുടെ സിനിമകൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓഡിഷൻസിന് പോകണു, മറ്റേ ഷോർട്ട് ഫിലിംസിന് പോകണു, വരുന്നു. അത് നമുക്കൊരു വരുമാന മാർഗം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമിലാണ് ഈ പറഞ്ഞ ഓക്കെ ഇനി നമുക്ക് എറണാകുളം തന്നെയാണ് നമ്മുടെ ശരണം. അപ്പോൾ എറണാകുളത്ത് പോകുന്നു, അപ്പോഴും നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഓക്കെ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നിട്ട് പിന്നെ അതെല്ലാം കംപ്ലീറ്റ്ലി ബ്ലോക്കായി പോയി, മൊത്തത്തിൽ പ്രശ്നത്തിലായി. പിന്നെ ആ ടൈമിൽ ഞാൻ ടീച്ചിങ് ചെയ്യായിരുന്നു. ഞാൻ ട്യൂഷൻ സെൻറ്റർ പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ നമുക്കെന്ന് വെച്ചാൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാലും നമുക്ക് ഇതിലേക്ക് നിൽക്കാമല്ലോ. ആ സമയത്താണ് പിന്നെ കല്യാണം. ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞു നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും ഇതാണെന്നെങ്കിൽ ഓക്കെ, കല്യാണം കഴിച്ചിട്ട് എന്താ വെച്ചാൽ ഏത് ഫീൽഡിലേക്കാവും എങ്ങനെ വെച്ചാൽ നീ പോക്കോ, വിഷയമല്ല എന്നായിരുന്നു അറിയുന്ന ഫാമിലി. അതെ. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാൻ പോയപ്പോഴും ഞങ്ങൾ തമ്മിൽ കൂടുതൽ നേരം ഞാൻ സംസാരിച്ച ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു. എൻ്റെ പാഷനും എൻ്റെ കാര്യങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ഭാവിയിലാണെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇല്ല അതിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഭാവിയിലും എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും ഇത്ര കാലം മെനക്കെട്ടിട്ട് എന്നെ മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചിലപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ശ്രമിക്കണ്ട, ഞാൻ മാറില്ല. അപ്പോൾ അതിനോടൊന്ന് സഹകരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ്. എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ട് ഈ പത്രമാറ്റിലേക്ക് വരുന്നത് കോവിഡിന് ശേഷമല്ലേ? കോവിഡിന് ശേഷം. അപ്പോൾ പത്രമാറ്റിന് മുമ്പ് ഏതെങ്കിലും സീരിയലിൽ അഭിനയിച്ചതിന്റെ പുറകെയായിരുന്നു ഈ ഒരു അവസരം വരുന്നത്? മഴവിൽ മനോരമയിലെ തട്ടിമുട്ടിയിൽ ഒരൊറ്റ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ആ ഒരു എപ്പിസോഡിനും ആ ഒരു ക്യാരക്ടറിനും കുറച്ചധികം ഡെപ്ത് ഉണ്ടായിരുന്നു, കുറച്ച് റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം തന്നെ പല സ്ഥലങ്ങളിലും ഐഡന്റിഫൈ ഇത് അതല്ലേ പയ്യനല്ലേ. അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിലേക്കൊക്കെ എത്തിയത് ഞാൻ ഭാസ്കരേട്ടൻ ത്രൂ ആണ്. അപ്പോൾ ഭാസ്കരേട്ടൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥിരം നമ്മൾ കാണുന്നതും നമ്മൾ സംസാരിക്കുന്ന ഒക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിലേക്ക് അല്ലെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ ഒരു ഇത് വന്നപ്പോൾ തന്നെ ഭാസ്കരേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് ഇതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പോയി ഇരിക്കുന്ന കലുങ്ക് കറക്റ്റാണ്, ഒരു കലുങ്ക് അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ വക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്പോട്ടുകളുണ്ട്. ഇനി നീ നോക്കിക്കോ, നിനക്ക് ഇവിടെ വന്നു. അപ്പം അപ്പോഴും എനിക്കിതിൻ്റെ റീച്ച് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. പണ്ട് മോഹൻലാലും പ്രിയദർശനും സത്യനന്ദിക്കാടും ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രിയദർശനും സത്യനന്ദിക്കാടിനോട് പറയും, സത്യ ഇവനൊന്ന് രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെടുന്ന പോലെ. ഇപ്പൊ വിഷ്ണുവാണ് എനിക്ക് തോന്നുന്നു ആ ടീമിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു. അല്ല, പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇപ്പൊ വിഷ്ണുവിന്റെ ഒരു ഭാഗ്യം കൂടിയാണത്. ഇത്രയും വലിയൊരു സീരിയല് ഒരു സെൻട്രൽ ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരാളെ പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിയില്ല. പറയാൻ പറ്റുന്നൊരു ഇതുണ്ട്, അത് വലിയൊരു ബ്ലസ്ഡ് തന്നെയാണ്. കാരണം ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഞാൻ നഗരസഭയിൽ പോയ ഒരു ഇത് പറഞ്ഞ പോലെ, ഇൻസിഡന്റ് പറഞ്ഞ പോലെ, എവിടെ പോയാലും നമുക്ക് ഇന്ന ആളാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ സത്യം പറഞ്ഞാൽ അതുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. വേറെ ഏതെങ്കിലുമൊക്കെ പ്രൊജക്ടുകൾ പാരലലി ഈ സമയത്ത് ചെയ്തത്? സീരിയൽസ് ഒന്നും ഇതായിട്ടില്ല. പിന്നെ അല്ലാതെ നമ്മൾ സിനിമകൾ, ഞാൻ അജഗജാന്തരം സിനിമയിലൊക്കെ ഓഡീഷൻ ത്രൂ ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീമിന്റെ ഏതൊരു ആൽബാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനുണ്ടാവും, മാസ്റ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലില്ലെങ്കിൽ പുറകിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ മിസ്സിംഗ് ഗേൾ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സെൻട്രൽ ക്യാരക്ടർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് പോയിട്ട് പുക അടിക്കും, ഹൊറർ ടൈപ്പ് പടാം. അപ്പോൾ മറ്റേ മസ്റ്റായിട്ട് പുക വേണം. അപ്പോൾ പുക അടിക്കും, ഇപ്പുറത്ത് ഷോർട്ടായോ ഓക്കെ പുക അവിടെ മാറ്റി വയ്ക്കും, വരും അഭിനയിക്കും, വീണ്ടും അപ്പുറത്ത് പോയിട്ട് പുക അടിക്കും, അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ലേറ്റ് എടുത്ത് വെക്കും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അല്ല, വിഷ്ണുവിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റിയും അതുപോലെ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ സൗഹൃദ വട്ടത്തിലേക്കും തിരിച്ചെത്താനുമുള്ള ആ ഒരു മനസ്സ് തന്നെയാണ് നമ്മുടെ ഒരു ക്യാരക്ടർ ആക്കി മാറ്റുന്നത്. ഏത് വലിയ ഉയരത്തിൽ പോയാലും അതുപോലെ തന്നെ ഇപ്പോൾ സീരിയലിൽ വലിയൊരു സീരിയലിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നു, അതുപോലെ ഇത്തരം പരിശ്രമങ്ങൾ ചെയ്യുന്നു. പക്ഷേ എത്ര വലിയ തിരക്കിനിടയിലും സ്വന്തം വീട്ടിലേക്കും സ്വന്തം നാട്ടിലേക്കും സ്വന്തം സൗഹൃദ വട്ടത്തിലേക്കും ഒക്കെ തിരിച്ചെത്താനുള്ള ആ ഒരു മനസ്സ് തന്നെയാണ് വിഷ്ണുവിൻ്റെ ഒരു റിയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഉയരങ്ങൾ ഇനിയും കീഴടക്കാനുണ്ട്. അതെല്ലാം തന്നെ തേടി വരട്ടെ, അവിടെയെല്ലാം ശോഭിക്കാനായിട്ട് സാധിക്കട്ടെ. പുതിയ പ്രൊജക്റ്റുകൾ വേറെ ഏതെങ്കിലുമൊക്കെ? സൗഹൃദങ്ങൾ അതിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാനും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ആണെങ്കിലും നമ്മുടെ ഒരു ക്ലാസിക് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ഫോം ചെയ്തതാണെങ്കിലും ഇപ്പോൾ ഞാനും ഷിയാബേട്ടനും കൂടെ റൺ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ ആ സൗഹൃദങ്ങളുടെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നടരാജേട്ടൻ്റെ തന്നെ ഇപ്പോൾ ഇതിലെ നടരാജൻ പട്ടാമ്പി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മൂവിയാണ് ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ. അതാണ് ഇനിയിപ്പോൾ അതൊരു ഫെസ്റ്റിവൽ ടൈപ്പ് ഒരു ഓഫ് ബീറ്റ് പടമാണ്. ഒരു കേന്ദ്ര ഞാൻ തന്നെയാണ് അത്. ഞാനും സനുജ സോമനാഥ് ഞങ്ങൾ രണ്ടുപേരാണ് മെയിൻ ലീഡായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര സാധ്യത ഉള്ളൊരു മൂവിയാന്ന് നമുക്ക് തോന്നുന്നു. ഒരുപാട് ഫെസ്റ്റിവലിലേക്ക് ഇനി പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ കുറെ റിസൾട്ട് വരാനുണ്ട്. സീരിയലില് സ്വന്തം ശബ്ദം തന്നെയല്ലേ? അല്ല അതില് ചേട്ടൻ അറിയാലോ, നമുക്ക് അതിന്റെ ഒരു ടൈമിംഗ് ഭയങ്കര. ഇപ്പൊ ഇന്ന് എടുക്കുന്ന സാധനം പിറ്റേ ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്ന ചില ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡബിൾ യൂണിറ്റിലൊക്കെയാണ് ഇപ്പൊ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, അവിടെ പോയിട്ട് അഭിനയിക്കുന്നു, അവിടെ വരുന്നു, ഇവിടെ അതിനുള്ളൊരു ഇല്ല. എനിക്ക് സ്വന്തം സൗണ്ടിൽ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ബാക്കി എല്ലാ എന്ത് വർക്കാണെങ്കിലും എന്റെ സ്വന്തം സൗണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സീരിയലിൽ പറ്റിയിട്ടില്ല. സീരിയലിൽ വിനീത് ആലപ്പുഴ എന്ന് പറഞ്ഞ വിനീതേട്ടനാണ് എനിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അതും കൂടെ വരുമ്പോഴാണ്. എത്ര സീനുകൾ എടുക്കും ശരിക്കും ഒരു സീരിയലിൽ? ഒരു യൂണിറ്റ് എങ്ങനെ ഒരു 10-11 സീന് മസ്റ്റായിട്ട്, 12 സീൻ എന്തായാലും ഒരു ദിവസം ഒരു യൂണിറ്റിൽ എന്തായാലും വരും ഉറപ്പായിട്ടും. ചിലപ്പോൾ 2 യൂണിറ്റ് ഒക്കെ ആകുമ്പോൾ അതിൽ കൂടുതൽ സംഭവിക്കും. 20 സീൻ എന്തായാലും. അത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്ടറോട് നമ്മൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ വിഷ്ണുവിനെ സംബന്ധിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും അടരാടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ആക്ടറാണ്, ഇപ്പോൾ കോ പ്രൊഡ്യൂസറാണ്, ഇനിയൊരു സംവിധായകനും കൂടിയായിട്ട് എഴുത്തുകാരനൊക്കെ ആയിട്ട് സിനിമയെ പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടരട്ടെ. അതുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ടെക്നോളജി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാമറ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമാണ്. പക്ഷേ ഈ സംവിധാനം അതൊക്കെ കുറച്ചും കൂടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് എന്തായാലും സിനിമ പഠിക്കാനുള്ള ആ ഒരു ശ്രമം തുടരട്ടെ. ഒരു സിനിമ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലുള്ള പരിശ്രമങ്ങൾ ഇനിയും മുന്നോട്ട് പോട്ടെ. നല്ല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള നല്ല സൗഹൃദ കൂട്ടങ്ങളും ഇനിയും തേടി വരട്ടെ. അതിലൂടെ നമുക്ക് നമ്മളെ സ്വയം പുതുക്കി നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു.